ഇടുക്കിയിൽ ലഹരിക്കെതിരെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കേരള വിഷൻ കേബിൾ ഓപ്പറേറ്റർ അസോസിയേഷൻ മൂന്നാർ മേഖലയും ലെനൻസ് ക്ലബ്ബും സംയുക്തമായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. 3 ദിവസങ്ങളായി നടന്ന ടൂർണമെന്റിന്റെ സമാപന ഉദ്ഘാടനം മൂന്നാർ സബ് ഇൻസ്പെക്ടർ രഞ്ജിത് നാഥ് RM നിർവഹിച്ചു. ടൂർണമെന്റിൽ 1ാം സ്ഥാനം വിൻറാപ് ടോഴ്സും 2ാം സ്ഥാനം KD സിറ്റിയും കരസ്ഥമാക്കി. ലഹരിക്കെതിരെ ഫുട്ബോൾ, ലഹരിയാക്കാൻ ഫുട്ബോൾ എന്ന സന്ദേശമുയർത്തിയാണ് കേരള വിഷൻ കേബിൾ ഓപ്പറേറ്റർ അസോസിയേഷൻ മൂന്നാർ മേഖലയും ലെനിൻസ് ക്ലബ്ബും സംയുക്തമായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. 3 ദിവസങ്ങളിലായി നടന്ന ടൂർണമെന്റിൽ തോട്ടം മേഖലകളിൽ നിന്ന് 16 ടീമുകൾ മത്സരിച്ചു. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് മൈതാനത്താണ് മത്സരങ്ങൾ അരങ്ങേറിയത്. ഫുട്ബോൾ മത്സരം കാണുവാനും കളിക്കാർക്ക് ആവേശം പകരുവാനും ന്യൂനഗറിലെയും ലക്ഷം നഗറിലെയും മുൻകാല ഫുട്ബോൾ താരങ്ങളും മൈതാനത്തെത്തിയിരുന്നു. ഫുട്ബോൾ ടൂർണമെന്റിന്റെ സമാപന സമ്മേളനം മൂന്നാർ സബ് ഇൻസ്പെക്ടർ രജിത് നാഥ് RM ഉദ്ഘാടനം ചെയ്തു. ആന്റി ഡ്രഗ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ഇടയ്ക്ക് തന്നെ നമ്മൾ ഒരു 4-5 കേസുകൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ക്യാമ്പയിനിങ് നടക്കുന്നുണ്ടെങ്കിലും നമുക്കത് ഫലവത്തായിട്ട് വരണമെന്നാണ് നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഞങ്ങൾ ഈ ആഴ്ച തന്നെ ഒരു 3 NDPS കേസുകൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ഇത് ഉപയോഗിക്കാതിരിക്കുക. ഇന്ത്യയിൽ തന്നെ നമ്മൾ കോമ്പിങ് നടത്തുമ്പോൾ തന്നെ ഒരുപാട് കേസുകൾ നമുക്ക് റിപ്പോർട്ടായിട്ട് കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ പോലീസിനെ അറിയിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ ബേസിക്കായിട്ട് പഠിക്കുന്നത്. പിന്നെ ഇത് ഉപയോഗിക്കാതിരിക്കും. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രയോജനമില്ല. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ മാതാപിതാക്കൾ ഇവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്നതല്ലാതെ ഒരു പ്രയോജനം ഇതിനകത്തില്ല. അല്പനേരത്തെ സന്തോഷം കിട്ടുന്നതായിരിക്കും എല്ലാവരും ഇത് ഉപയോഗിക്കണം. നമുക്കറിയാം നമ്മുടെ ഇടയിൽ തന്നെ ഇതിന് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അത് അറിയാവുന്നവർ പേടിച്ച് പറയാത്തവരുണ്ട്. പക്ഷെ നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ പേടിച്ചെടുത്ത് അറിയിക്കുക. ചടങ്ങിൽ മുൻകാല ഫുട്ബോൾ താരങ്ങളെയും ഉദ്ഘാടനം ചെയ്ത സബ് ഇൻസ്പെക്ടറെയും സിവിൽ പോലീസ് ഓഫീസറായ പ്രവീൺ മോഹനെയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ടൂർണമെന്റിൽ 1ാം സ്ഥാനം വിൻറാപ് ടോഴ്സും 2ാം സ്ഥാനം KD സിറ്റിയും 3ാം സ്ഥാനം ലക്ഷ്മി എസ്റ്റേറ്റിലെ വക്ക FCയും 4ാം സ്ഥാനം ടൂണ FCയും കരസ്ഥമാക്കി. ഫുട്ബോൾ മത്സരത്തിൽ ബെസ്റ്റ് പ്ലെയറായി KD സിറ്റി ദിനേശും, ബെസ്റ്റ് ഡിഫൻഡറായി ടൂണ FCയിലെ സീനുവും, ബെസ്റ്റ് ഗോൾ കീപ്പറായി വിൻറാപ് ടോഴ്സിലെ സതീഷും, ടോപ്പ് സ്കോററായി വിൻറാപ് ടോഴ്സിലെ കീർത്തനയും, ബെസ്റ്റ് ടീമായി AK47യും തിരഞ്ഞെടുത്തു. ചടങ്ങിൽ മൂന്നാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർഷ് പീറ്റർ, മൂന്നാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് C നെൽസൺ, മുകേഷ്, ചിന്നമണി, വിനോദ്, നാഗരാജ്, ജായ്സൺ എന്നിവർ സംബന്ധിച്ചു. കേരള വിഷൻ കേബിൾ ഓപ്പറേറ്റർ അസോസിയേഷൻ മൂന്നാർ മേഖലാ സെക്രട്ടറി ലെനിന്റെ നേതൃത്വത്തിലാണ് ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ലെനിൻസ് ക്ലബ്ബ് ഭാരവാഹികളായ കാർത്തിക്, ശരൺ, പുകഴ്, ഹൃദിക്, ധർമ്മ, രാജ, വിജയ്, കൈലാസ്, കീഷ് തുടങ്ങിയവരും മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. ഇനിയും ഇത്തരത്തിൽ ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിക്കുവാനാണ് സംഘാടകരുടെ തീരുമാനം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.